സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പെരുമണ്ണൂരിൽ ആരംഭിക്കുന്ന സേവാകേന്ദ്രം നാളെ ഉദ്ഘാടനം ചെയ്യും. ദേശീയ സേവാ ഭാരതി പെരുങ്ങന്നൂർ ആസ്ഥാനമായി സാമൂഹ്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെ ആനന്ദാശ്രമം എന്ന പേരിലുള്ള സേവാകേന്ദ്രം ചാലിശ്ശേരി പെരുമണ്ണൂരിൽ നാളെ നാടിന് സമർപ്പിക്കും. ജനുവരി 19 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മിധാനി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പ്രൊഫസർ വി.ടി. രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമെന്ന് കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ട്രസ്റ്റ് ചെയർമാനും ബാലവികാസ് സമന്വയ സമിതി കേരളത്തിന്റെ ഉപാധ്യക്ഷനുമായ അഡ്വക്കേറ്റ് കെ പീതാംബരൻ അധ്യക്ഷത വഹിക്കും. കേരള ഉത്തര പ്രാന്ത സഹസേവ പ്രമുഖ കെ ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തും. സദാശിവ മാധവ സേവാ ട്രസ്റ്റ് സേവനത്തിന്റെ പാതയിൽ 14 വർഷം പിന്നിടുകയാണ്. 2010 ആരംഭിച്ച ബാലസാധനത്തിനു പുറമെ 2011 മുതൽ ആംബുലൻസ് സേവനങ്ങൾ 2021 ഉദ്ഘാടനം ചെയ്ത് 300 രോഗികളുടെ വീടുകളിൽ മാസം തോറും സന്ദർശിച്ചും ചികിത്സ നൽകി വരുന്ന സേവാഭാരതി പാലിയേറ്റീവ് കെയർ എന്നിവ ട്രസ്റ്റിന്റെ ഇപ്പോൾ വിജയകരമായി നടത്തുന്ന സംരംഭങ്ങളാണ്. കൂടാതെ മെഡിക്കൽ ക്യാമ്പുകൾ, യോഗ ക്ലാസുകൾ, കുട്ടികളുടെ വ്യക്തി വികസന ക്ലാസുകൾ, ജൈവ കൃഷി പരിപാലനം തുടങ്ങിയ സേവന മേഖലകളിലും ട്രസ്റ്റ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. ട്രസ്റ്റിന്റെ സേവന പദ്ധതികൾ പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വാനപ്രസ്ഥ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ആനന്ദാശ്രമം എന്ന പുതിയ സേവാ കേന്ദ്രം ചാലിശ്ശേരി പെരുമണ്ണൂരിൽ നാടിന് സമർപ്പിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള സേവാ പദ്ധതികളുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കുമെന്ന് സദാശിവ മാധവ സേവാ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പീതാംബരൻ, നിർമ്മാണ സമിതി ചെയർമാൻ കെ പി അശോക് കുമാർ, ജനറൽ കൺവീനർ കെ വേണുഗോപാൽ, സമിതി അംഗം വി ആർ രാഹുൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ സേവാഭാരതിയുടെ കീഴിലെ നിരവധി ട്രസ്റ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. അതിൽ ഏകദേശം 80ഓളം ബാലബാലികാ സദനങ്ങളും വൃദ്ധകേന്ദ്രങ്ങളും അതേപോലെ തന്നെ മറ്റ് മേഖലകളിൽ വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ തൃത്താലയിലെ 2010 ട്രസ്റ്റ് ആരംഭിച്ചത്. അതിനുശേഷം പെരിങ്ങന്നൂരിലെ ഒരു ബാലസദനം ആരംഭിക്കുകയും JJ ആക്ട് പ്രകാരവും ഓർഫനേജ് കൺട്രോൾ ആക്ടിൻ്റെ കീഴിലും ഈ ബാലസദനം കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുകയും ഏകദേശം 20ഓളം കുട്ടികൾ ഇപ്പോൾ അവിടെ നിലവിൽ വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ അവരെ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. അതിനുശേഷം 2021 കുട്ടനാട് കേന്ദ്രീകരിച്ച് ഒരു പാലിയേറ്റീവ് കെയർ ആരംഭിച്ചത്. പാലിയേറ്റീവ് കെയറിന് സ്വന്തമായി ഒരു ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ബിൽഡിങ്ങിന് ഒരു സ്ഥലം കുട്ടനാട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 300ഓളം വീടുകളിൽ സേവാഭാരതി ആംബുലൻസ്, നേഴ്സ്, ഒരു അസിസ്റ്റന്റ് എന്നിവരുടെ സഹായത്തോടെ രോഗികളെ ചികിത്സിച്ചു. കൂടാതെ ട്രസ്റ്റ് മെഡിക്കൽ ക്യാമ്പുകൾ, യോഗ ക്ലാസുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ട യോഗ ക്ലാസുകൾ, കുട്ടികളുടെ വ്യക്തിത്വ വികാസ സെമിനാറുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, കൂടാതെ ജൈവ കൃഷി പരിപാലനത്തിന് വേണ്ട പരിശീലനങ്ങൾ മുതലായ സമാജത്തിൻ്റെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമൂഹികം എന്നീ വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. കേന്ദ്രം നിർമ്മിക്കാനായിട്ട് ട്രസ്റ്റ് തീരുമാനമെടുത്തു. അവിടെ നമുക്ക് ഒരു സ്ഥലം ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന ഒരു അമ്മ നമുക്ക് നൽകുകയുണ്ടായി. കൂട്ടി ലക്ഷ്മിക്കുട്ടി അമ്മ. ആ സ്ഥലത്ത് നമ്മളൊരു സേവാ കേന്ദ്രം ഇപ്പോൾ 1750 സ്ക്വയർ ഫീറ്റുള്ള ഒരു സേവാ കേന്ദ്രത്തിൻ്റെ ആദ്യപടി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു 3500 സ്ക്വയർ ഫീറ്റ് കൂടി കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയും
ആയതിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ആരംഭിക്കേണ്ടതായിട്ടുള്ള സേവാ പ്രവർത്തനങ്ങൾ മുമ്പ് പറഞ്ഞ 5 മേഖലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പ്രഖ്യാപനം 19-ാം തീയതി നടക്കും. ഈ സേവാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നിർവഹിക്കുന്നതായിരിക്കും. സേവാഭാരതി കേരളത്തിൻ്റെ ദക്ഷിണ ക്ഷേത്ര സേവാ പ്രമുഖ് ശ്രീ ദാമോദരൻ കെ പ്രസ്തുത പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നിധാനി മിശ്ര ധാതു നിഗം ലിമിറ്റഡ് ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. അതിൻ്റെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ശ്രീ വി ടി രമയാണ് ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ നിങ്ങളെ എവരെയും ക്ഷണിക്കുന്നതോടൊപ്പം നമ്മുടെ കൊട്ടാര മേഖലയിൽ 2 ആംബുലൻസുകൾ കൂടുന്നുണ്ട്. അതും ഈ ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ഒന്ന് ആലക്കര ബേസ് ചെയ്തിട്ടാണ്, ഒന്ന് കൂട്ടാട്ട് ബേസ് ചെയ്തിട്ടാണ് എന്നതാണ്. അതേ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ടും ആരംഭിക്കുന്ന ഈ സംരംഭം പെരുമണ്ണൂരിൽ തുടങ്ങുന്ന കേന്ദ്രം. അതും ഈ സദാശിവ മാധവ സേവ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ എല്ലാത്തിനും ഹെഡ് ഓഫീസ് പെരുമണ്ണൂരിലാണ്. എല്ലാവർക്കും നമസ്കാരം. ദേശീയ സേവാ ഭാരതിയിൽ നിന്ന് ആശയവും ആദർശവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 10 തൃത്താല നിയോജകമണ്ഡലത്തിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പെരുങ്കന്നൂർ കേന്ദ്രമായിട്ട് ഒരു 10 സേവാ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചാലശ്ശേരി പഞ്ചായത്തിലെ പെരുമണ്ണൂരിൽ ആരംഭിക്കുന്ന സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ട്രസ്റ്റിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും വിശദീകരിക്കുന്നതിനുമായി ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള കെ പീതാംബരേട്ടൻ. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ കാലത്ത് 5 മണിക്ക് ഗണപതി ഹോമം ഉണ്ടായിരിക്കും. അതുപോലെ കൃത്യം 8:30-ക്ക് സദനത്തിൻ്റെ പാല് കാച്ചൽ ചടങ്ങ് നടക്കുന്നതായിരിക്കും. അതുപോലെ ഉച്ചയ്ക്ക് 5 മണിക്ക് ഉച്ചതിരിഞ്ഞ് 5 മണിക്കാണ് ഉദ്ഘാടന സഭ ആരംഭിക്കുന്നത്. ഉദ്ഘാടന സഭയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും നടക്കുന്നതായിരിക്കും. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.